മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉള്ളത് സിസ്റ്റർ ഡോക്ടർ ഡോണയാണ്. വിൻസെന്റിൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള സിസ്റ്റർ ഇപ്പോൾ കുറവിലങ്ങാട് സെന്റ് വിൻസെന്റ് ഹോസ്പിറ്റലിൽ സേവനം ചെയ്തു വരുന്നു. സിസ്റ്ററെ സ്വാഗതം. കൂടാതെ 3 വിശിഷ്ട അതിഥികൾ കൂടി നമ്മോടൊപ്പം ഇന്ന് ചേരുന്നുണ്ട്. സിസ്റ്റർ ഷൈല ജോസഫ് FHGS, സിസ്റ്റർ മാള ഹോളി ഗ്രേസ് അക്കാഡമിയിൽ കൗൺസിലറായി സേവനം ചെയ്യുന്നു. സിസ്റ്ററെ സ്വാഗതം. മറ്റൊരു അതിഥി അഡ്വക്കേറ്റ് സിസ്റ്റർ ഷിബി പൈനാടത്ത് FHGS ആണ്. സിസ്റ്ററും മാള ഹോളി ഗ്രേസ് അക്കാദമിയിലെ കൗൺസിലറായി സേവനം ചെയ്യുന്നു. സിസ്റ്ററെ സ്വാഗതം. ഇവരെ കൂടാതെ ഒരാൾ കൂടി നമ്മോടൊപ്പം ഇന്നുണ്ട്. ഡോക്ടർ ലിവിയ മാം, മാള ഹോളി ഗ്രേസ് അക്കാദമിയിലെ വൈസ് പ്രിൻസിപ്പലായി സേവനം ചെയ്യുന്നു. സ്വാഗതം മാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സിസ്റ്ററെ, നമുക്കിപ്പോൾ അറിയാം, കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഈ വ്യക്തിത്വം അല്ലെങ്കിൽ വ്യക്തിത്വ വൈകല്യത്തെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ചർച്ചകൾ നടത്തിയിരുന്നു. അത് പ്രേക്ഷകർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ്, അല്ലെങ്കിൽ എപ്പോഴും പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ അതിലെ തന്നെ ഒരു ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. നമുക്കറിയാം, ഒരാളെ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും ആരുടെങ്കിലും ഒരു ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം ആൾക്ക് അത് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഒരു തരം വ്യക്തിത്വ വൈകല്യത്തിൽ ഉൾപ്പെടുന്നത് തന്നെയാണോ? തുഷാര ചോദിച്ചു വന്നപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് മനസ്സിലായത്, നമ്മൾ സാധാരണ ഒരു കൊളോക്കിയൽ ലാംഗ്വേജിൽ നമ്മൾ പറയാറുണ്ട്, ഇത്തിക്കണ്ണി സ്വഭാവം എന്ന് പറയാറുണ്ട്. അതായത് എപ്പോഴും വേറൊരാളെ ആശ്രയിച്ച് നിൽക്കുന്നു, എന്നാൽ സ്വയം ജീവിക്കാനുമായിട്ടുള്ള ബാക്കി കാര്യങ്ങളും റിസോഴ്സസ് എല്ലാം ഉണ്ട്. പക്ഷെ എങ്കിലും സ്വന്തമായിട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ആശയം മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നില്ല, സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ഒരു തീരുമാനം എടുക്കാൻ വേറൊരാളുടെ ആശ്രയം അല്ലെങ്കിൽ സേവനം ആവശ്യമായിട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകളുള്ളവരുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു കാര്യത്തിന് വേറൊരാളെ ആശ്രയിച്ചു എന്ന് വെച്ചുകൊണ്ട് നമുക്കൊരു വ്യക്തിത്വ വൈകല്യം എന്ന് പറയാനായിട്ട് സാധിക്കില്ല. നമ്മൾ മുന്നേ ഉള്ള എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ, വ്യക്തിത്വ വൈകല്യം എന്ന് പറയുമ്പോൾ ഒരു പെർവാസീവ് കണ്ടീഷനാണ്. അവരുടെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും അവർ ആ ഒരു രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും കാഴ്ചവെക്കുന്നത്. ആ ഒരു രീതിയിലെ, ആ ഒരു ശൈലിയിലെ അവർക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ശൈലി തന്നെ അവർക്കും മറ്റുള്ളവർക്കും പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. അവരുടെ വ്യക്തിഗതമായ ജീവിതത്തിൽ, പ്രൊഫഷണൽ ലൈഫിൽ, കുടുംബ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിനെ ഒരു വ്യക്തിത്വ വൈകല്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊരു കാറ്റഗറിയിലാണ് പെടുന്നത്. അപ്പോൾ ഈ ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടി നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന ഒരു രീതിയിലേക്ക് ഒരു കേസ് ഡയറി തന്നെ പറയാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഒരു 25 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയെ, ചെറുപ്പക്കാരിയുമായിട്ട് ഫാദറും മദറും, അതായത് മാതാപിതാക്കൾ വരികയാണ്. ഇവർ വന്നു ഇരുന്നു, സിസ്റ്ററെ ഞങ്ങൾക്കൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ് ഈ മോള്. നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളാണ്. അതായത് പഠിക്കുന്ന കാര്യത്തിൽ ബുദ്ധിപരമായിട്ടൊക്കെ നല്ല സ്മാർട്ടാണ്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പം ഇപ്പോഴത്തെ ഒരു ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, പുള്ളിക്കാരത്തേക്ക് ഒരു സ്ഥാനക്കയറ്റമൊക്കെ പ്രൊമോഷനൊക്കെ ലഭിച്ചു. അത് തന്നെയല്ല, ഇനി ഒരു കല്യാണമൊക്കെ ആലോചിക്കാനുള്ളൊരു സമയമായി. പക്ഷേ ഞങ്ങളുടെ ഒരു പ്രശ്നം, ഇവൾക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനായിട്ട് പറ്റില്ല. എന്ത് കാര്യത്തിനും അച്ഛനെയും അമ്മയെ ആശ്രയിക്കുക, കൂട്ടുകാരെ ആശ്രയിക്കുക. ഒരു കാര്യം പറയേണ്ടി വന്നു കഴിഞ്ഞാൽ അത് മുഖത്ത് നോക്കി വേണ്ട രീതിയിൽ പറയാൻ സാധിക്കാത്തൊരവസ്ഥ, അമിതമായിട്ടുള്ളൊരു പേടിയാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു പിന്നെയും വന്ന് ചോദിക്കും, അമ്മ അത് പ്രശ്നമായോ, പപ്പ അത് പ്രശ്നമായോ എന്ന് ചോദിക്കും. അപ്പോൾ എപ്പോഴും ഒരു റീഅഷ്വറൻസ് തേടിക്കൊണ്ടിരിക്കുന്നു. ഒരു ഡ്രസ്സ് ഇടണമെങ്കിൽ പോലും അമ്മയെ വിളിക്കും, അമ്മ ഞാൻ ഇന്ന് എന്താ ഇടേണ്ടത്. അപ്പോൾ അവരോർക്കും, ഇത്രയും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളൊരു കുട്ടിയാണ്, സ്വന്തമായിട്ടൊരു ഡ്രസ്സ് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇതൊരു പ്രശ്നമായിട്ട് തന്നെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവളുടെ പ്രൊഫഷണൽ ലൈഫിലും ഇനി ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് അതിനേക്കാൾ വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവൾക്കും അറിയാം ഇതിനെക്കുറിച്ച് ഒരു പ്രശ്നമുണ്ട്, എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സാവിധിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ സിസ്റ്ററിൻ്റെ ഒരു അഭിപ്രായം തേടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, അതിനാണ് വരുന്നതെന്ന് പറഞ്ഞാണ് ഈ ആ ഒരു കേസ് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഞാനത്
പറഞ്ഞത് ഇതായിരിക്കും കൂടുതലായിട്ട് ഈ ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റിയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. സ്വന്തമായി തീരുമാനമെടുക്കാൻ പറ്റില്ല, മറ്റുള്ളവര് എന്നെ അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ഞാൻ സ്നേഹിക്കപ്പെടാതിരിക്കുമോ എന്നൊരു ചിന്ത എപ്പോഴും ഇവരെ നയിച്ചുകൊണ്ടിരിക്കും. ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നും ഇവർക്കൊരു കോൺഫിഡൻസ് കിട്ടാതെ വരുന്നു. അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്താലും മറ്റുള്ളവരോട് അതിൻ്റെ അഭിപ്രായം ചോദിച്ചുകൊണ്ടിരിക്കും. സിസ്റ്റർ, ഈ ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ അത് കുഞ്ഞുനാളിൽ ഡെവലപ്പ് ആവുന്നതാണോ അതോ ഒരു അഡോളസെൻ്റ് ഏജ് ആകുമ്പോൾ ഒരു ടീനേജിലൊക്കെ ഡെവലപ്പ് ആവുന്നത്? കാരണം 2 കേസസും കണ്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ ഡോമിനൻറ്റ് പേരൻറ്റിങ് ത്രൂ വരുന്ന ഒരു പ്രോബ്ലം ആണോ അതോ മെല്ലെ ഡെവലപ്പ് ചെയ്ത് വരുന്നതാണോ ത്രൂ ദ പ്രാക്ടീസ്? ഓക്കെ. ഇതിൻ്റെ അത് നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊരു കാറ്റഗറിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഡയഗ്നോസിസിലേക്ക് എത്തിക്കുന്നത് 16 വയസ്സിന് ശേഷമാണ്. കാരണം നമ്മുടെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ അതാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ മാം പറഞ്ഞ പോലെ അതിനു മുൻപും ഇതുപോലെയുള്ള സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ കാണുന്നു. ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ പെട്ടെന്ന് ഒരാളെ രൂപപ്പെടുന്നതല്ല, മറിച്ചൊരു ഗ്രാജുവൽ ഡെവലപ്മെൻ്റ് ആണ്. പക്ഷെ അതിൻ്റെ ഫോം എന്ന് പറയുന്നതാണ് വേറെ. അപ്പം കുട്ടികളിലായിരിക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് എന്നാ, സാധാരണ കുട്ടികൾ മാതാപിതാക്കളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ മാതാപിതാക്കളോട് കൂടുതൽ അടുപ്പമുണ്ടാകും, ഡിപ്പെൻഡൻസി ഉണ്ടാകും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് അമിതമാകുന്നുണ്ടോ. നമ്മളൊരു എക്സ്പെക്റ്റഡ് കാറ്റഗറിയിൽ നിന്ന് ഈ കുട്ടികൾ അമിതമായിട്ട് ഡിപ്പെൻഡഡ് ആകുന്നുണ്ടോ? മാതാപിതാക്കളോടായിരിക്കാം, ടീച്ചേഴ്സിനോടായിരിക്കാം, അല്ലെ കൂട്ടുകാരോടായിരിക്കാം, അല്ലെ മറ്റു പലരോടുമായിരിക്കാം. കുട്ടികൾക്ക് സ്വന്തമായിട്ട് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ വരുന്നുണ്ടോ? ഇത് പതുക്കെ പതുക്കെ ഒരു അഡോളസെൻ്റ് ഏജിലേക്ക് വരുമ്പോഴത്തേക്ക് അതായത് കറക്റ്റ് ചെയ്യപ്പെടുന്നില്ല. അല്ലെ കൂടുതലും നമുക്ക് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ജനറ്റിക് ഫോം ഉണ്ട്, ജനിതക പാരമ്പര്യങ്ങളുണ്ട്. അപ്പോൾ അതുമുണ്ട്, കറക്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യേണ്ട എക്സ്പോഷർ അവർക്ക് കിട്ടിയിട്ടില്ല, സാഹചര്യങ്ങൾ കിട്ടിയിട്ടില്ല. ഇനി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്ത കാര്യങ്ങൾക്ക് ഇവർക്ക് വേണ്ട തരത്തിലുള്ള പ്രോത്സാഹനം കിട്ടിയിട്ടില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ലേറ്റ് അഡോളസെൻസിൽ, അതായത് ഒരു ഏർലി അഡൾട്ട്ഹുഡിലേക്ക് കടക്കുമ്പോൾ അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് മാറുകയാണ്. ഇത്തരത്തിൽ ഡിസോർഡർ ഉള്ള ആൾക്കാർ, അതായത് അവർ പ്രൊഫഷണലി ചിലപ്പോൾ വെൽ വേഴ്സ്ഡ് ആയിരിക്കും, ഇൻ്റലിജൻ്റ് ആയിരിക്കും, പക്ഷെ അവർ കൂടുതൽ റിസ്കി ആയിട്ടുള്ള ജോബിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ദേ നീഡ് സംബഡി, കൂടെ ഒരാൾ വേണം എന്നുള്ളത്. കാരണം 2 എക്സ്ട്രീമിലാണ്. ഒന്നിൽ ലോൺലി ആയിട്ട് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചാൻസസ് കണ്ടുവരാറുണ്ട്. തീർച്ചയായിട്ടും ഈ നമ്മൾ പറഞ്ഞ കേസിൽ തന്നെ ഞാൻ അവരുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് കുട്ടി പറഞ്ഞൊരു കാര്യം, സിസ്റ്റർ എൻ്റെ ഉള്ളിൽ എനിക്കിത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ഇങ്ങനെയാണത് ഡിസൈൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും എനിക്കത് ചെയ്യുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ എൻ്റെ സബോർഡിനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരെ വിളിക്കും ഞാൻ. അവർക്ക് ഇതുപോലും അറിയത്തുണ്ടാവില്ല, നമ്മൾ ഈ പറയുന്ന അവർക്ക് ഇതിൻ്റെ ABCD പോലും അറിയത്തില്ല. പക്ഷേ എങ്കിലും എനിക്ക് അവരടുത്തിരിക്കണം, അല്ലെ അവരെന്നോട് പറയണം ഓക്കെ മാം ഇതാണ്, ഓക്കെ മാം ഇതാണ് എന്ന് പറയണം. ഇവിടെ ആ കുട്ടി പറയുകയാണ്, സിസ്റ്റർ ഞാനൊരിടത്ത് യാത്ര ചെയ്യുമ്പോൾ ബസ്സിലിരിക്കുമ്പോൾ ഞാൻ ഇരിക്കുന്നതിൻ്റെ അടുത്ത സീറ്റിൽ തന്നെ വേറൊരാൾ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾ ഇരുന്നാൽ എനിക്ക് സമാധാനമാണ്. അയാളുടെ സ്റ്റോപ്പിൽ വരുന്നു, അയാൾ എഴുന്നേക്കാൻ പോകുമ്പോൾ എനിക്ക് ടെൻഷനാണ്. കാര്യം എനിക്കറിയാം, ഞാൻ അറിയില്ലാത്ത ഒരാളാണ് അവിടെ ഇരിക്കുന്നതെന്ന് അറിയാം. പക്ഷെ എങ്കിൽ പോലും അതുപോലെ തന്നെ ഞാനൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുമ്പോൾ ആരെങ്കിലും ചുമ്മാതെ എന്നെ നോക്കിയാലും പിന്നീട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ അമ്മയോട് ചോദിച്ചിട്ടല്ലല്ലോ ഈ ഡ്രസ്സ് ഇട്ടത്, എൻ്റെ ഡ്രസ്സിങ് ശരിയാണോ? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പ്രീഓക്യുപ്പൈഡ് ആണ്, ഞാൻ ഓക്കെ ആണോ എന്നുള്ളത്. അപ്പോൾ മാം ചോദിച്ചതുപോലെ ഒരു റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അതിനുള്ള കാലിബർ ഉണ്ട്, റിസോഴ്സസ് ഉണ്ട്. പക്ഷെ നമ്മൾ പറയുന്ന ഒരു മെന്റൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ്, എസ്റ്റീം ലെവൽ അവർക്ക് കുറവായിരിക്കും. അപ്പോൾ അവരൊരു പ്രൊഫഷണൽ ലൈഫിലേക്ക് അല്ലെങ്കിൽ ഒരു നേതൃത്വത്തിലേക്ക് വരുമ്പോൾ ഇതൊരു പ്രശ്നമാവില്ലേ? തീർച്ചയായിട്ടും അതൊരു പ്രശ്നമായിട്ട് തന്നെ വരും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കുട്ടിക്കാലത്ത് തന്നെ ഇങ്ങനെയുള്ള സ്വഭാവ പ്രത്യേകതകൾ കുഞ്ഞുങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, അവരുടെ പെരുമാറ്റത്തിൽ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യുവാണെങ്കിൽ അവിടെ നിന്ന് തന്നെ നമുക്ക് ഒരു പരിധി വരെ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുക കുറച്ചൊക്കെ പേരൻസ് കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ സ്കൂളിലാണെങ്കിലും ഒരു എക്സിബിഷന് വേണ്ടി നമ്മൾ പറഞ്ഞു വിടുമ്പോൾ അവർ ചെയ്യുന്നത് അത്രയും മനോഹരമായില്ലെങ്കിൽ കൂടെ അവർ ചെയ്യട്ടെ. കുറച്ച് അവിടെ എവിടെയും പശ തൂത്തുന്നതൊക്കെ ഉണ്ടാവും, പക്ഷെ അത് അലവ് ചെയ്യുക അവരെ. അല്ലാതെ പേരൻസ് അത് പൊളിച്ചു മാറ്റി വീണ്ടും അവർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് കുട്ടി ഉണ്ടാക്കിയതാന്ന് പറയുമ്പം അവർക്കുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുക.
തീർച്ചയായിട്ടും ഈ സ്കൂളുകളിലൊക്കെയും ഇപ്പോൾ ഈ സിസ്റ്റർ പറഞ്ഞ പോലെ നോട്ട് എഴുതുന്ന പോലും നോട്ട് എഴുതുന്നത് വൃത്തിയിൽ കുട്ടി നോട്ട്ബുക്കിൽ എഴുതിയില്ലെങ്കിൽ ഓഫ് കോഴ്സ് പാരൻസ് ആണ് അത് എഴുതി വിടുന്നത്. അപ്പോൾ സ്കൂളിൽ വരുമ്പോൾ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്, ചിലപ്പോൾ ടീച്ചേഴ്സിനും അറിയില്ല അത് കുട്ടി എഴുതിയതാണോ പാരന്റ് എഴുതിയതാണോ. അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് പറയും, അഭിനന്ദിക്കുക, അവരെയാണ് അഭിനന്ദിക്കുക, നിന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണോ നന്നായിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ അതൊരിക്കലും അവരെ ഡെവലപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത് പാരന്റ്സ് തിരിച്ചറിയുന്നില്ല അവിടെ. തീർച്ചയായിട്ടും ഇപ്പം നമ്മളൊരു വ്യക്തിയാണ്, നമ്മുടെ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ നമുക്കുള്ള കഴിവുകളെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സ്കേമയുണ്ട്. അതായത് നമ്മളെ അളന്നു വച്ചിരിക്കുന്ന ഒരു അളവുകോലുണ്ട്. ഈ അളവുകോൽ എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ നമുക്ക് കിട്ടിയ കുറെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. ഈ പറഞ്ഞ പോലെ ഒരു ഹാൻഡ് റൈറ്റിംഗ് മോശമാകുമ്പോഴത്തേക്കും നീ ഇങ്ങനെയാണോടാ എഴുതുന്നത്, എന്തിനു കൊള്ളാന്ന് പറഞ്ഞ് മായ്ച്ചിട്ട് അമ്മ എഴുതി കൊടുക്കുമ്പോൾ കൊച്ചിന്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടുകയാണ്. കാരണം അവനെന്ന് പറയുന്ന അവന്റെ വ്യക്തിത്വത്തെ ഇൻഡിവിജ്വലായിട്ട് അല്ലെങ്കിൽ അവന്റെ വ്യക്തിത്വത്തെ സെപ്പറേറ്റ് ആയിട്ട് അവനായിട്ട് കാണാനായിട്ട് മറ്റുള്ളവർക്ക് പറ്റാത്ത സ്ഥിതി എന്നവനെ പറഞ്ഞു കൊടുക്കുകയാണ്. കുറച്ചൊക്കെ അത് അമ്മമാരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ഫോൾട്ട് അല്ലേ, അവരുടെ മക്കളെ അംഗീകരിക്കാത്തതിന്റെ ഒരു ഇതാണ്. നമ്മള് അങ്ങനെയുള്ള കാര്യങ്ങളും പരിഗണിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്, ചെറുപ്പം മുതൽ ഇതുപോലെ ഒരാളെ ആശ്രയിച്ചിട്ടായിരിക്കും, പക്ഷെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധി വരുമ്പോൾ അവർ ഓപ്പോസിറ്റ് ആയിട്ട് ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാം എന്നുള്ളൊരു പ്രാപ്തി നേടി വരുന്നുണ്ട്. അപ്പോൾ അതെന്താ, അപ്പോൾ അവരുടെ ആ ഒരു ജീവിതത്തിലുണ്ടായ അവർ കടന്നുപോയ സിറ്റുവേഷൻസ് ആണോ അവരങ്ങനെ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ പ്രാപ്തരാക്കുന്നത്? നമ്മളിപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതൊക്കെ ഉണ്ട്. കാരണം നമ്മൾ പറയുന്ന ഈ അതിജീവന ശൈലി അല്ലെ കോപ്പിംഗ് സ്ട്രാറ്റജി, ഇപ്പോൾ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിലൂടെ ഒരാൾ കടന്നുപോയി പിന്നെ അത് ഒറ്റയ്ക്ക് ആ ഒരു ശൈലിയിൽ പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ അങ്ങനെ ഒരു ചേഞ്ച് പെട്ടെന്ന് വരില്ല. കാരണം അവർക്ക് പെട്ടെന്ന് ആ ഒരു ചെറിയ ഒരു ഓൾട്ടറേഷനിൽ നിന്ന് അവർക്ക് ടോട്ടലി ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിനൊരു ഗ്രാജുവൽ ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസ് നമുക്ക് ആവശ്യമാണ്. ഇതിൻ്റെ അകത്ത് സിസ്റ്റർ പറഞ്ഞതുപോലെ ഈ മാതാപിതാക്കൾ തന്നെ കുട്ടികളെ ഡിപ്പെൻഡൻ്റ് ആക്കി നിർത്തുക എന്നുള്ള ഒരു, അതായത് എൻ്റെ കൊച്ച് 10ലെത്തിയാലും വലുതായി എന്ന് വിശ്വസിക്കാതെ ആ കുട്ടിയുടെ ഭാഗമായിട്ട് പേരൻസ് വരിക. ചിലപ്പോൾ സ്കൂൾ ബസ്സിലേക്ക് കയറുന്ന ഒരു സമയത്തായിരിക്കും അവരുടെ തോളിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ചില കുട്ടികൾ നമ്മുടെ അടുത്ത് വന്നിട്ട് എൻ്റെ പേരൻസ് എന്നെ ഇപ്പോഴും അനുവദിക്കുന്നില്ല സ്വന്തമായിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്ന് പറയുന്നു. പക്ഷേ ഈ കുട്ടിക്ക് എന്തായാലും പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവില്ല. പക്ഷെ ആ പേരൻസിനെ കുറിച്ച് സിസ്റ്ററിന് എന്തായിരിക്കാം? ഇപ്പോൾ സിസ്റ്റർ ഇത് പറയുമ്പോഴത്തേക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഒത്തിരി കുട്ടികളുടെ കേസസ് വരുമ്പോഴത്തേക്കും ഒരു കുട്ടിയെ കൊണ്ടുവന്ന മാതാപിതാക്കൾ പറയുന്ന കാര്യം, അവന് സ്വന്തമായിട്ട് ബ്രഷ് ചെയ്യാൻ അറിയത്തില്ല, അവൻ സ്വന്തമായിട്ട് കുളിക്കില്ല, അവൻ സ്വന്തമായിട്ട് ഡ്രസ്സ് ഇടില്ല എന്നൊക്കെ പറഞ്ഞു. നമ്മൾ കുഞ്ഞുമായിട്ടുള്ള ഇൻ്റർവെൻഷനിൽ നമുക്ക് വന്നപ്പോഴത്തേക്കുമാണ് ആ ഒരു നമുക്ക് അവരുടെ സമീപനത്തിലാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്, കുട്ടിക്ക് ബ്രഷ് ചെയ്യാൻ അറിയത്തില്ല എന്ന് ഇവർ പറയുമ്പോഴും ഇവർ പേസ്റ്റ് എടുത്ത് ബ്രഷിൽ വെച്ച് അവർ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കുഞ്ഞിന് ഒരിക്കൽ പോലും തനിയെ ബ്രഷ് കൊടുത്ത് അല്ലെങ്കിൽ നീ പേസ്റ്റ് എടുക്കുക, നീ ബ്രഷ് ചെയ്യുക എന്ന് പറഞ്ഞ് ഒരു സജഷനിൽ കൂടെ കുഞ്ഞിനെ കൊണ്ടുപോയി അത് ചെയ്യിപ്പിക്കാൻ അവർ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഒരിക്കലും ഒരു കുഞ്ഞിന് കിട്ടാത്ത എക്സ്പോഷർ അവന് ചെയ്യാൻ കഴിവില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുമ്പോൾ അവരുടെ ഒരു ഡിപ്പെൻഡഡ് ആയിട്ടുള്ളൊരു ഫീച്ചറുണ്ട്, ഡയമെൻഷനുണ്ട്. സെമി ഡിപ്പെൻഡഡ് ആണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറുണ്ട്. അപ്പം നമ്മളത് മനസ്സിലാക്കണം, എവിടേക്കാണ് ഇവൻ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഒരു 2 വയസ്സുള്ള കുഞ്ഞിനെ സ്പൂണ് കൊടുത്താൽ ഒരു കാര്യം കഴിക്കാൻ പറ്റുമെങ്കിൽ അവന് കൊടുക്കണം. ആ എക്സ്പോഷർ അവന് കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് എക്സ്പോഷർ കൊടുത്തു കറക്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ അവൻ അതിൻ്റെ അകത്ത് ഒരു മാസ്റ്ററിങ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കൊടുക്കാതെ സ്പൂണൊന്നും കൊടുത്തിട്ടേ ഇല്ല, ഭക്ഷണം അവിടെ കൊണ്ടുചെല്ലുന്ന അമ്മ വാരി വെച്ച് കൊടുത്തിട്ട് പറയുകയാണ് ഇവൻ കഴിക്കുന്നില്ല, ഇവന് തന്നെ കഴിക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തൊന്നും പറയാൻ അറിയത്തില്ല. ഇതുപോലെ സെമി ഡിപ്പെൻഡഡ് ആയിട്ടുള്ളത് ചില കാര്യങ്ങളിൽ നമുക്ക് പകുതി ഹെൽപ്പ് അവന് ചെയ്ത് കൊടുത്താൽ മതി, ബാക്കി അത് ചെയ്യും. ഇപ്പം ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പകുതി ഒന്ന് സഹായിച്ചു കൊടുത്താൽ ബാക്കി കുഞ്ഞിന് ചെയ്യാൻ അറിയും. പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മൾ പൂർണ്ണമായിട്ടും അവനെ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ 3 കാര്യങ്ങളെയും കുറിച്ച് വ്യക്തമായൊരു ധാരണ മാതാപിതാക്കൾക്ക് ഉണ്ടാവണം.
അത് കുഞ്ഞിന് എക്സ്പോഷർ കൊടുക്കുകയും വേണം. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് ചെറുപ്പം മുതൽ ഇതുപോലെ പാരൻസിന്റെ കീഴിൽ എല്ലാം പാരൻസിന്റെ ഇഷ്ടപ്രകാരം ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ ഒരു വിവാഹ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഫഷനിലേക്കോ കടക്കുമ്പോൾ പാരൻസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി ഞങ്ങൾ ആശ്രയിച്ചില്ല, നീ ഇൻഡിപെൻഡൻ്റ് ആവണം. പക്ഷെ ഒരിക്കലും അവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ ഇവരെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു കുട്ടി ഒരു സംഘർഷം ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ട്. കാരണം പെട്ടെന്ന് ഒരു സ്ഥലത്ത് ചെന്നിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയാത്തത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തരുടെയും വളർച്ചയിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ അവർക്ക് ചിലത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യേണ്ടതുണ്ടാകാം, ചിലത് സെമി ഡിപ്പെൻഡൻ്റ് ആയിട്ട് ചെയ്യേണ്ടതുണ്ടാകാം. അപ്പം ഇത് ഏതാണെന്ന് മനസ്സിലാക്കി ഓരോ പ്രാവശ്യവും അത് ചെയ്യാനുള്ള അവർക്ക് അവസരങ്ങൾ കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത്. അതേപോലെ ഇപ്പൊ പറയുകയാണ് ഇനി ഞങ്ങളില്ല നീ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഒരു ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി അവർ സ്ട്രെസ്സിലാണ്. എലോൺ, ഞാൻ ഒറ്റയ്ക്കായി പോയി, ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആകുമോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരാളോട് നമ്മൾ പിന്നെയും ഇൻഡ്യൂസ് ചെയ്യുന്നത് എന്താണ്, നീ ഒറ്റയ്ക്കാകട്ടോ, നീ നന്നായിട്ട് ചെയ്തോളണം, ഇതാണ് നിന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആങ്സൈറ്റി ലെവൽ അല്ലെങ്കിൽ ആ ഫിയറിന്റെ കണ്ടന്റ് കൂടുകയാണ് ചെയ്യുന്നത്. അത് അവരുടെ ആ ഒരു റിസൾട്ടിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം മാതാപിതാക്കൾക്ക് മാത്രമല്ല, ഇപ്പം ടീച്ചേഴ്സ് ആണെങ്കിലും ശരി, മറ്റുള്ളവരായാലും ശരി, ഏത് ജീവിതത്തിലായാലും ശരി, അവരവരുടെ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഓരോരുത്തർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക. ഞാൻ സിസ്റ്റർ നേരത്തെ ഒരു എക്സാമ്പിൾ, സ്പൂണിൻ്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ആലോചിക്കുകയായിരുന്നു. അപ്പോൾ പൊതുവെ അമ്മമാർ ഉണ്ട് ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഒന്നും പറ്റില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ഭക്ഷണം കുറുക്കൊക്കെ കൊടുക്കുമ്പോൾ കാലിൽ കിടത്തിയിട്ട് നേരിട്ട് വായിലേക്ക് ഒഴിക്കും, അതിൻ്റെ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് കുട്ടികളെ കഴിപ്പിക്കാറ്. അപ്പം ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഈ കുട്ടികൾ ഇതാ കിടക്കില്ല, ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. അപ്പം ഞാൻ ഡോക്ടറോട് ഒരു ആവലാതി പോലെയാണ് പറയുന്നത്. കാരണം നമ്മുടെ സീനിയേഴ്സും നമ്മുടെ മുതിർന്നവരൊക്കെ അങ്ങനെയാണ് പറഞ്ഞു, കുട്ടി കിടന്ന് കുറുക്ക് അങ്ങ് വയറ് നിറച്ച് കൊടുക്കണമെന്ന്. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, കിടന്നിട്ട് കുടിക്കുന്നില്ലെങ്കിൽ ഇരുന്നിട്ട് കുറുക്ക് കൊടുക്കൂ. അപ്പോൾ അത് കാരണം വെച്ചാൽ ദേ ആർ ഇൻഡിപെൻഡൻറ്റ്. ഈ ഒരു 2 വയസ്സ് പ്രായമായപ്പോൾ 1.5 വയസ്സായപ്പോഴത്തേനും എൻ്റെ മക്കള് ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പറയുന്നത് എൻ്റെ വലിപ്പമല്ല, പക്ഷെ അത് കുട്ടികൾ ദേ ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് ഇറ്റ്. അത് നമ്മൾ മനസ്സിലാക്കി അവർക്ക് കൂടുതൽ ചാൻസസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളിലും അങ്ങനെ ഒരു ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. കുറച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, ബാക്കി അവരുടെ കാര്യം സ്വന്തമായിട്ട് അവരെ എന്തും ചെയ്യാനായിട്ട്. മാതാപിതാക്കളാണ് ആദ്യം കുട്ടികളിൽ കോൺഫിഡൻസ്, അതായത് വിശ്വാസ്യത അർപ്പിക്കേണ്ടത്. എൻ്റെ കുഞ്ഞത് ചെയ്യും, അപ്പോൾ അങ്ങനെ ചെയ്യുമെന്ന് ഓർക്കുന്നവർക്കേ നമുക്ക് ഒരു കാര്യം ചെയ്യിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ പറയുന്നത് അത് വലുതാകുമ്പോൾ അവൻ ചെയ്താൽ മതി, ഇത്ര നാൾ അവൻ ചെയ്യേണ്ട ആ കാര്യങ്ങളെക്കുറിച്ചൊരു ഡിസിഷൻ മേക്കിംഗ് ഒന്നും എടുക്കണ്ട. ഇവിടെയാണ് നമ്മൾ ഈ ഫാമിലി ടൈമിൽ ഡിസിഷൻ മേക്കിങ്ങിൽ അവർക്കും കൂടി ഒരു ചാൻസ് കൊടുക്കേണ്ടതിൻ്റെയൊക്കെ ഒരു ആവശ്യകത. അവർ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരുടെ കാറ്റഗറി എടുത്ത് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഇൻ്ററാക്ഷനിൽ അവരുടെ പ്രീവിയസ് ഹിസ്റ്ററിയെ മനസ്സിലാക്കുമ്പോൾ കുടുംബത്തിൽ അവർക്കൊരു സ്ഥാനമില്ല. അവർ പറയുന്ന കാര്യങ്ങൾക്ക് നീ ചുമ്മാതെ വിടുവാത്തരേ പറയത്തുള്ളൂ, പിന്നെ നീ പറയണേ എന്നാ കേൾക്കാൻ. അപ്പം അത് തന്നെ അയാളുടെ മനസ്സിൽ ഉരുത്തിരിയുന്ന കാര്യമാണ് ഞാൻ പറയുന്നതും ചെയ്യുന്നതും ശരിയല്ല. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് അവൻ്റെ മനസ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് അവൻ്റെ വളർച്ചയിൽ അവന് ഇതുപോലെയുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്കൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. ഒരു സ്ത്രീ വന്നിട്ട് പറയുകയാണ്, ഹസ്ബൻഡ് ഭയങ്കര ഫ്രീഡം കൊടുക്കുന്ന ഒരാളാണ്, പക്ഷേ ഈ സ്ത്രീയെ സംബന്ധിച്ച് ഈ ഹസ്ബൻഡിൻ്റെ കൈവിരലിൽ പിടിച്ചിങ്ങനെ കുച്ചുകുട്ടി നടക്കുന്ന പോലെ നടക്കാനാണ് ഇഷ്ടം. അപ്പോൾ വിവാഹശേഷം ഇവരിങ്ങനെ ആ ഇഷ്ടങ്ങളൊന്നും അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഈ ഹസ്ബൻഡ് ഇങ്ങനെ ഫ്രീഡം കൊടുക്കുന്നത് കൊണ്ട് ഈ ഒരു രീതിയിൽ പോകുന്ന ഒരു കാര്യം പുള്ളിയുടെ ഒരു ആഗ്രഹം ഒരിക്കലും പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഉള്ളിൽ ടോട്ടലി അൺസാറ്റിസ്ഫൈഡ് ആണ് ഈ വ്യക്തി. പക്ഷേ ഹസ്ബൻഡിന് ഈ വൈഫിൻ്റെ ഈ ഒരു രീതി അറിയില്ല. അതുപോലെ തന്നെ ഹസ്ബൻഡ് സ്വാതന്ത്ര്യം കൊടുക്കുന്നു, അതുകൊണ്ട് കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഇവരിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഒട്ടും ഹാപ്പിയല്ല. അത് ശരിയാണ്. പലപ്പോഴും പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡിപ്പെൻഡൻസി ഉള്ളിൽ കിടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു സംവിധാനമല്ല ഉള്ളതെങ്കിൽ അവർ ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പോൾ ഈ ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റിയിൽ കൂടുതലും നമുക്കറിയാം ആങ്സൈറ്റി, ഫിയർ കൂടുതലായിരിക്കും.
അപ്പൊ ഈ ഫിയർ കൂടുന്തോറും അവർക്ക് അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരാം. അത് തന്നെ അവരെ മറ്റു രോഗാവസ്ഥകളിലേക്ക്, അതായത് ഈ നമ്മുടെ ഡിപ്രഷൻ പോലെയുള്ള മറ്റു മാനസിക സമ്മർദ്ദങ്ങളിലേക്ക് കൊണ്ടുപോകാനൊരു ചാൻസും കൂടി ഉണ്ട്. അത് വേറൊരു സംശയമാണ്, ഈ ചിലവരെ കണ്ടിട്ടുണ്ട് അവർക്ക് ചില കാര്യങ്ങൾക്ക് ഇങ്ങനെ ആശ്രയിക്കണം, ആരെങ്കിലുമൊക്കെ ആശ്രയിക്കണം. പക്ഷെ ഇപ്പോൾ ഒറ്റയ്ക്ക് എവിടേക്കെങ്കിലും പോവാനോ അല്ലെങ്കിൽ 4 പേരെടുത്ത് സംസാരിക്കാനോ അതിനൊന്നും അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതൊരു വൈകല്യം തന്നെയാണ്, ഇതിന്റെ ഒരു ഭാഗമാണ്. നമുക്കതിനെ പൂർണ്ണമായിട്ടൊരു ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതൊരാളുടെ ഒരു ഒരു എന്താ പറയാ ഹാബിറ്റാണ്, ശീലമാണ്. കാരണം ചില സ്ഥലങ്ങളിൽ അയാള് ഓക്കെയാണ്, ചില സ്ഥലങ്ങളിൽ അയാൾക്ക് എന്നാൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനോ അഡാപ്റ്റ് ചെയ്യാനോ പറ്റുന്നില്ല. അത് കൂടുതൽ നമ്മൾ എക്സ്പോഷറിന്റെ കുറവുകളായിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് മോഡിഫൈ ചെയ്യേണ്ടതിന്റെ ഒരു ആവശ്യകതയുള്ളതാണ് എനിക്ക് സിസ്റ്റർ. ഈ ഡിസോർഡർ അൺട്രീറ്റഡ് ആയിട്ട് നമ്മൾ വിട്ടുകഴിഞ്ഞാൽ ഇത് സൈക്കോസിസ് ആയിട്ട് രൂപാന്തരപ്പെടാൻ ചാൻസസ് ഉണ്ടോ? കാരണം ഒരു കേസ്, അതെനിക്ക് ഈ ഡിസോർഡർ ആണോ എന്നറിയില്ല, ഒരു കേസ് വന്നത് ഈ കുട്ടി ചെറുപ്പം മുതലേ ഇങ്ങനെ ഡിപ്പെൻഡൻ്റ് ആണ്, മോർ ദാൻ നീഡഡ്. പേരൻസ്, ഫ്രണ്ട്സ് അവരൊന്നും ഇല്ലാണ്ട് ജീവിതമില്ല. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോഴും ഷീ ഗോട്ട് മാരീഡ്, ഒരു വലിയൊരു ഫാമിലിയിലേക്കാണ്. അത് കഴിഞ്ഞ് ഹസ്ബൻഡിന് സ്ഥലം മാറ്റം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കേണ്ട ഒരു അവസ്ഥ. സോ ദെൻ ഷീ ഈസ് ഡെവലപ്പിംഗ് സൈക്കോസിസ്. അപ്പോൾ എന്നുവെച്ചാൽ ആൾക്കാരുള്ളതായിട്ട് വിചാരിക്കുക, അവർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നതായിട്ട്, എല്ലാം ഇമാജിനറി ആയിട്ട്. സോ അത് ഈ ഒരു ഡിസോർഡറിന്റെ ഒരു രൂപാന്തരീകരണമാണോ അതോ അതൊരു ഈ ഒരു ഡിസോർഡറിന്റെ രൂപാന്തരീകരണം എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ മാം പറഞ്ഞതിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലായ ചില കംപ്ലൈൻസിന്റെ ഒരു അണ്ടർലൈൻ സൈക്കോസിസ് ഫാക്ടർ അന്നും കിടക്കുന്നുണ്ട്. അതായത് അമിതമായ ആശ്രയബോധം ഒരു ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റിയിൽ ഉള്ളതുപോലെ തന്നെ നമുക്ക് ഈ സൈക്കോട്ടിക് ഫീച്ചേഴ്സിലും കാണാം. പ്രത്യേകിച്ച് നമ്മൾ ആദ്യകാലങ്ങളിൽ ഈ പ്രിമോർബിഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ സ്കിസോഫ്രീനിയയുടെ ഫീച്ചേഴ്സ് നമ്മൾ അതുപോലെയാണ് കാണുന്നത്. അതായത് എല്ലാത്തിനും ഒരു പേടിയാണ്. ആ പേടി ഉള്ളത് കൊണ്ട് തന്നെ ആരെങ്കിലും ഒക്കെ കൂടെ വേണം, ആരും കൂടെ ഇല്ലാതെ വരുമ്പോഴത്തേക്കും ഈ ഇമാജിനറി വേൾഡിലേക്ക് പെട്ടെന്ന് പോകുന്നത് പോലെ. അപ്പോൾ മേ ബി അത് ഒരു അണ്ടർലൈൻ സൈക്കോസിസ് അവിടെ ഉണ്ടായിരിക്കണം. ആ അണ്ടർലൈൻ സൈക്കോസിസിന് പ്രൊമോട്ട് ചെയ്യുന്ന ജീവിത സാഹചര്യങ്ങൾ വന്നപ്പോൾ ഈ ലക്ഷണങ്ങളെല്ലാം പുറത്തേക്ക് വന്ന് കാണാം. അതായിരിക്കും ചാൻസ്. എനിക്ക് തോന്നുന്നത് നമ്മളെ ഒരു ജീവിതാവസ്ഥയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് അത് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. പേരൻസ് നമ്മുടെ കൂടെ ഇല്ല, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആരുമില്ല. നമ്മൾ എബ്രോഡൊക്കെ ചെല്ലുമ്പോൾ തനിച്ചാകപ്പെടുന്ന സാഹചര്യത്തിൽ അവരത് കൂടുതൽ പ്രകടിപ്പിക്കുന്നു. ചില സമയത്ത് അവർ ഇത് ആയിട്ടാണോ എന്ന് തോന്നുന്നില്ല, സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്നു. എനിക്ക് അമ്മേനെ കേൾക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. ചില സമയത്ത് അവർ കറി വെക്കുന്നത് പോലും നമ്മുടെ യൂട്യൂബിലൊക്കെ ഇന്നുണ്ട് എപ്രകാരം കറി വയ്ക്കുക. ഒരു മഞ്ഞപ്പൊടി ഇടണമെങ്കിലും മുളക് പൊടി ഇടണമെങ്കിലും അമ്മേനെ വിളിച്ച് ചോദിച്ചിട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം. അപ്പം നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവരത്, അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നു, നീ എന്തിനാ അങ്ങനെ വിളിച്ചു ചോദിക്കുന്നത്, യൂട്യൂബിലില്ലേ. വർഷങ്ങളായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സാമ്പാർ വെക്കാനാണെങ്കിലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അറിയാം. അപ്പം അതുകൂടെ ചെയ്തുകൂടെയും ചോദിക്കുമ്പോൾ ഇല്ല, അമ്മ പറഞ്ഞ് ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് അമ്മോട് പറഞ്ഞിട്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അത് വിവാഹ ജീവിതത്തിൽ അതൊരു ഫാമിലി ഇഷ്യൂ ആയിട്ട് മാറി. ശരിയാണ്. ഇപ്പൊ സിസ്റ്റർ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചില കേസുകളിലൂടെ എൻ്റെ മനസ്സ് പോവുകയായിരുന്നു. അതായത് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ജോലിക്ക് പോയി, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിന്ന് ജോലിക്കോ അല്ലെങ്കിൽ മറ്റു പഠനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പോകുന്നവര് അവിടെ ചെന്ന് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു വരുന്നു. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലംസ് എന്നുള്ള രീതിയിലായിരിക്കാം ഇവരുടെ ചീഫ് കംപ്ലൈൻറ്റ്സ് നമ്മുടെ മുൻപിൽ എത്തുന്നത്. പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ഡ്യൂ ടു ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ. അതായത് ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ അവരിൽ ഉണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് അത് പ്രകടിതമായത്. അത്രയും സമയം ഇപ്പം വിവാഹ ജീവിതത്തിലേക്ക് മുമ്പ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സ്റ്റഡീസിന് പോകുന്നു, ഒരു ജോലിക്ക് വേണ്ടി പോകുന്നു, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു. അപ്പോൾ അവിടെയാണ് സാഹചര്യം ശരിക്കും നമുക്ക് എവിഡൻ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡിസോർഡർ ആയിട്ട് മാറ്റി നിർത്തുന്നതോ അല്ലെങ്കിൽ അവരെ മാർജിനലൈസ് ചെയ്ത് പോകേണ്ടതായിട്ടുള്ളൊരു കാര്യമില്ല. ഇപ്പോൾ ഈ ഞാൻ ആദ്യമേ പറഞ്ഞ കേസിൽ ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുവാണ്. കാരണം ഒരു പ്രൊമോഷൻ കിട്ടി, കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നു, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നു, അവൾക്ക് അതിനുള്ള ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉണ്ട്, മറ്റു കഴിവുകളുണ്ട്. പക്ഷേ അവളുടെ ഒരു പേഴ്സണാലിറ്റിയിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ മകളുമായിട്ട് ഇതുപോലെയുള്ളൊരു
മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഒരു തെറാപ്പി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സഹായം തേടി, വിദഗ്ധന്റെ സഹായം തേടി വരുന്നു. അപ്പൊ അതൊക്കെ ശരിക്കും നമ്മുടെ സമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങളോ പ്രശ്നങ്ങളോ ഡിസോർഡറോ ഒക്കെ ഉണ്ടായാലും നമ്മൾ അതിനെയെല്ലാം മൂടി വെച്ചുകൊണ്ട് പ്രശ്നമായി പോയി എന്ന് പറഞ്ഞ് വീടിനുള്ളിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇരുട്ടറകളിലേക്കോ നമ്മൾ തള്ളി നീക്കേണ്ടവരല്ല. മറിച്ച് സംവിധാനങ്ങളുണ്ട്. ശാസ്ത്രീയമായ തെളിവുകളോടുകൂടിയും ശാസ്ത്രീയമായ പഠനങ്ങളോടുകൂടിയും ചികിത്സകളും അതിന് പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങളും അവരെ ഹെൽപ്പ് ചെയ്യേണ്ട സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ലഭ്യമാണ്. അത് എന്താണെന്നറിയുക, ഏതാണെന്നറിയുക, ആരെയാണ് സമീപിക്കേണ്ടതെന്നറിയുക, ആ ഒരു തിരിച്ചറിവ് മാത്രമേ ഇന്ന് നമ്മുടെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്നും മാറ്റപ്പെടാത്ത അല്ലെ മാറ്റാൻ സാധിക്കാത്ത രോഗഗ്രസ്തമായ ഒരു അവസ്ഥയല്ല. മറിച്ച് വേണ്ട രീതിയിലുള്ള ചികിത്സയിലൂടെ, വേണ്ട രീതിയിലുള്ള ഇന്റർവെൻഷനിലൂടെ ഗ്രാജുവലി, ക്രമാനുഗതമായിട്ട് നമുക്കിതിനെ കുറച്ചു കൊണ്ടുവന്ന് ആക്റ്റീവായ പ്രൊഡക്റ്റീവായ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞ ആരെയും നമ്മൾ മാറ്റി നിർത്തേണ്ട ഒരു കാര്യമില്ല. ഇതിനെല്ലാം ഒരു പ്രതീക്ഷയുണ്ട്, ഹോപ്പുണ്ട്. അപ്പോൾ അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് പ്രേക്ഷകർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വ്യക്തിത്വ വൈകല്യം, അതിലേറ്റവും പ്രധാനപ്പെട്ട ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചിട്ടായിരുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പമായിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. അടുത്ത ആഴ്ച മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.